ആളെ ബർത്ത്ഡേ അല്ലേ, രാവിലെ എണീറ്റ് പായസമൊക്കെ വെക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ എണീറ്റെ. എന്നാൽ രാവിലെ എണീറ്റപ്പോൾ പായസം വെക്കേണ്ട മെയിൻ സാധനമില്ല. പിന്നെ പായസം വെക്കേണ്ട മൂടങ്ങ് പോയി. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് ഒരു 5 മണിയായപ്പാണ് പിന്നെയും പായസം വെക്കാൻ ഒരു ഉതുപ്പ് തോന്നിയത്. അപ്പേക്ക് പായസം വെക്കേണ്ട സാധനം കൈ കിട്ടിയിട്ടുണ്ട്. നല്ല ഉഷാറോടെ പായസം വെക്കാൻ റെഡി ആകുമ്പോഴാണ് അതിൻ്റെ അടുക്ക് കെട്ടിയോന് കാപ്പി വേണം പോലും. എന്നാൽ ഇനി കാപ്പി കുടിച്ചിട്ടാവാൻ ബാക്കി പണിയെന്ന് ഞാനും വിചാരിച്ചു. ഇവിടെ ചെറുപയറു പരിപ്പിന്റെ പായസമാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ വേണേൽ ഇതിനെ പ്രഥമെന്നും പറയും. ചെറുപയറു പരിപ്പ് അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് സെറ്റാക്കി ശേഷം പാൽ അപ്പുറത്തെ സൈഡിൽ കാച്ചാനും വെച്ചിന്. ഇനിയിപ്പം നമുക്ക് കാപ്പി ഉണ്ടാക്കാം. കുറേ ആയി ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല. എന്നാൽ ഇന്നൊരു കാപ്പി കുടിക്കാൻ ഒരു തോര. കമ്പയർ ടു ടീ കാപ്പി നല്ലതാണ്. അതുകൊണ്ട് ഇടക്കൊക്കെ ഒരു കാപ്പി കൂടി ആവാം. വിത്തൗട്ടും രജിക്ക് വിത്ത് ഷുഗറുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആളെപ്പം എന്നോട് ചായ കുടിയൊക്കെ ഞാൻ നിർത്തി എന്ന് പറയും. പക്ഷെ ഒരു 2 സിപ്പ് ചായയെങ്കിലും ആൾക്ക് കുടിച്ചില്ലേ എന്തോ പോലെയാണ്. നിങ്ങളെല്ലാം കുപ്തനെ പോലെ നല്ല ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ആളാണ്. എന്നാൽ എന്നെ കൊണ്ട് അത് തീരെ പറ്റൂല കേട്ടാ. എനിക്കൊരു മീഡിയം ചൂടിലാണ് ചായ കുടിക്കാൻ ഇഷ്ടം. എന്നാൽ ഈ രജിയൊക്കെ ചായ അടുപ്പത്തുനിന്ന് കീച്ചവാടെടുത്ത് കുടിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് എനിക്കറിയില്ല. പായസത്തിന് വേണ്ട തേങ്ങാ കൊത്തിന്റെ പണി നമുക്ക് രജിക്ക് കൊടുക്കാം. ഒറ്റടിക്ക് പൊട്ടിക്കുമെങ്കിൽ പൊട്ടിച്ചാല് ഇന്ന് ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വിടും. പോയി തീർന്നു. ഇന്നില്ലിനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെന്നായാലും ഒറ്റയടിക്ക് പഠിക്കുക. നീ എന്നോട് ചോദ്യം ചോദിച്ചോണ്ടല്ലേ വീട്ടിന്. ഇനിയില്ല. ലിക്വർ ഇഷ്യൂ ഉള്ള ദിവസം തന്നെയായിരുന്നു ആളെന്നോട് ബാർഗൻ ചെയ്തേ. എന്നാൽ പിന്നെ അതിൽ തന്നെ ഇരിക്കട്ടെ, ആൾക്കില്ല താപ്പ് എന്ന് ഞാനും വിചാരിച്ചു. അടിയിലടിക്കുന്നു വിചാരിച്ച ആള് 5-8 അടി അടിച്ചിട്ടാണ് അവസാനം തേങ്ങ കൂട്ടീനി. വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചാൽ ആളൊന്ന് നേരാൻ വണ്ണം പോലും വീഡിയോ എടുത്തരൂല കേട്ടാ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾക്ക് ഇടങ്ങാറാക്കാൻ വന്നിട്ടായില്ലേ. അങ്ങനെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ആളാളെ പാട്ടിന് പോയിട്ടാ. വൈകുന്നേരം പോകാനാകുമ്പോഴേക്കെങ്കിലും പായസമാക്കി കൊടുക്കണം എന്നെല്ലാം വിചാരിച്ചിനി. എന്തായാലും അത് നടന്നിട്ടാ. ഇനി അടുത്ത വരവ് വരുമ്പോഴേക്കെങ്കിലും ആയിട്ട് അങ്ങ് കൊടുക്കണം. ഇത് എന്നെ പോലെയുള്ള മടിയന്മാർക്ക് പറ്റിയ എളുപ്പ പായസമാണ് കേട്ടാ. ഈ പ്രഥമൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിട്ടാലേ പായസമാവുന്നൊന്നുമില്ല. ആദ്യമൊക്കെ വന്നപ്പം തേങ്ങാപ്പാലില്ലാതെ പായസം വെക്കൂല എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. അന്നേരം രജിയാണ് എന്നോട് പറഞ്ഞത് ഈ ടൈപ്പ് പായസമൊക്കെ വെക്കുന്നയാ, അതും തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട് പാക്കറ്റ് കവർ കൊണ്ടാണ് വെക്കുന്നത്, നീ വേണേ ഒന്ന് വെച്ച് നോക്ക്. ഇനി ശേഷം തൊട്ടാണ് ഞാൻ ഈ പാക്കറ്റ് കവർ വെച്ചിട്ട് ഈ പായസം വെക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പായസം വെക്കാൻ തുടങ്ങിയപ്പം പണി എളുപ്പമാണ്. ഒരു 10-25 മിനിറ്റിൽ നമ്മളെ പായസം റെഡി. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് വെക്കുന്ന പായസമാണെങ്കിൽ എത്ര സമയം പോകും? നമ്മളെ ഒരു 1.5 മണിക്കൂർ എന്തായാലും അതിന് തന്നെ വേണ്ടി വരും. തേങ്ങാപ്പാൽ കൊണ്ട് മാത്രമേ ഈ പായസം ഉണ്ടാക്കൂന്ന് കടുംപിടുത്തം പിടിക്കുന്നവർ ഇത് ഉണ്ടാക്കണ്ട കേട്ടാ. പിന്നെ എന്നെ പോലെ മടിയന്മാരാണ് ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. 2 പായസം തമ്മിൽ വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പായസം വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വെള്ള പായസം തീരെ കുടിക്കൂല. ബ്രൗൺ കളർ പായസം കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആകെ കൂടി ഇതേപോലെ 1/4 ഗ്ലാസ് കുടിക്കും. അത്രയേ ഇല്ലൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പായസം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് വസപ്പനും കൂടി പായസം കൊടുത്തു നോക്കാം. പായസം ഇഷ്ടായിട്ടേ മിണ്ടും. ടേസ്റ്റ് ഇല്ല വസൂട്ട? പായസം ടേസ്റ്റ് ഇല്ല? ടേസ്റ്റ് ഇല്ലേ?